നമസ്കാരം. വി ദ പീപ്പിളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കാണികൾക്കും സ്വാഗതം. എന്നോടൊപ്പം ഇന്ന് മനോജ് കെ വർമ്മയുണ്ട്, കെ രാജേന്ദ്രനുണ്ട്. ഒപ്പം തന്നെ ഈ പരിപാടിയിലെ പുതിയ സാന്നിധ്യമായി ഞങ്ങളുടെ ന്യൂസ് ടീമിലെ ഊർജ്ജസ്വലയായ അംഗം അസിത സഹീറുണ്ട്. ഇന്ന് കേരള ബജറ്റിനെ കുറിച്ച് ഈ പരിപാടിയിൽ സംസാരിക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരള ബജറ്റ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ 2.5 മണിക്കൂർ എടുത്ത് നിയമസഭയിൽ അവതരിപ്പിച്ചു. നിയമസഭയ്ക്ക് മുന്നിൽ, കേരളത്തിന് മുന്നിൽ, മലയാളികൾക്ക് മുമ്പിൽ ഇപ്പോൾ ആ ബജറ്റുണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഓരോരുത്തരും അവരവരുടെ നിലപാടുകൾക്കനുസരിച്ച് ബജറ്റിനെ അനുകൂലിച്ചും വിമർശിച്ചും എതിർത്തും തള്ളിക്കളഞ്ഞും നെഞ്ചോട് ചേർത്തും ഒക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ അഭിപ്രായത്തിൻ്റെ കുത്തൊഴുക്കുകൾക്കിടയിൽ വളരെ ശ്രദ്ധിച്ച് മലയാളികൾ ഈ ബജറ്റിന് നോക്കിക്കാണുമ്പോൾ അവരുടെ ഓർമ്മയിൽ വെക്കേണ്ട ചില കാര്യങ്ങൾ എടുത്തു കാണിക്കുക, അരമണിക്കൂറിൽ സാധ്യമായ ചില കാര്യങ്ങൾ, വ്യത്യസ്തമായ ചില കാര്യങ്ങൾ എടുത്തു കാണിക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ആമുഖം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ബജറ്റ് ഇപ്പോൾ ഒക്കെ അറിയാവുന്നതുപോലെ, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ, കേരളം ഏറ്റവും വലിയ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേന്ദ്രത്തിനെതിരെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളം സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ദില്ലിയിൽ ആ സമരം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച ഈ ബജറ്റിൽ എന്താണ് ഉള്ളത്, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിലേക്കാണ് നമ്മൾ പോകുക. മനോജ് സാമ്പത്തിക കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുകയും അതിലൊക്കെ അഭിപ്രായങ്ങൾ എപ്പോഴും പറയുകയും ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് മനോജ് പറയൂ, ദീർഘകാലത്തെ പത്രപ്രവർത്തന അനുഭവത്തിൽ ഈ ബഡ്ജറ്റ് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു? എന്താണ് ഈ ബജറ്റ്, അതിൻ്റെ ആകത്തുകയും? NBC ഈ ബജറ്റിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിനെതിരെ കേരള സർക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണപക്ഷ MP MLA മാർ ഒരു സമരത്തിന് പോകുന്നു. അത് 2 ദിവസം കഴിഞ്ഞ് ദില്ലിയിലാണ് ആ സമരം നടക്കുന്നത്. അപ്പോൾ ബജറ്റ് അവതരണത്തിന് തൊട്ട് പിന്നാലെ കേന്ദ്രത്തിൻ്റെ ധനഞെരുക്ക നയങ്ങൾക്കെതിരെ ധനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒരു സമരത്തിന് പോകുന്നു എന്നുള്ളതാണ് ബജറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം ഇങ്ങനൊരു സംഭവം വരുന്നത്. നാളെ മറ്റു സംസ്ഥാനങ്ങൾ, കർണാടക ഇതേപോലെ തന്നെ കേന്ദ്രവിരുദ്ധ സമരത്തിനായിട്ട് എത്തുന്നുണ്ട്. ബംഗാളിൽ മമതാ ബാനർജി 2 ദിവസത്തെ സമരം കൊൽക്കത്തയിൽ തന്നെ നടത്തിക്കഴിഞ്ഞു. DMK, തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMKയും ദില്ലിയിൽ പ്രക്ഷോഭത്തിന് വരുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ അവിടുത്തെയൊക്കെ ധനമന്ത്രിമാർ ഇതേ രീതിയിൽ ബജറ്റ് അവതരണത്തിന് ശേഷം വീണ്ടും ദില്ലിയിലേക്ക് സമരവുമായി വരുന്നു എന്നൊരു പ്രത്യേകത ഉണ്ടാവാം. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സമരം നടത്താൻ പോകുന്ന ഒരു ചേരി അതിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ സമരത്തിന് വേണ്ട കരുക്കൾ അതിലുണ്ടായിരിക്കും. അത് ആ സമരത്തിൻ്റെ ഒരു വിളംബര പ്രഖ്യാപനമായി മാറും എന്ന് ഉറപ്പാണ്. അതിനുള്ള കാര്യങ്ങൾ ഇതിൽ കണ്ടേക്കാം. പക്ഷെ അതിലപ്പുറം ഈ സമരം നടത്തുമ്പോഴും കേന്ദ്രം ഈ നിലപാട് തുടരുകയാണെങ്കിൽ ഞങ്ങളൊരു പ്ലാൻ ബിയിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് ആധാരമായ സാഹചര്യം മുഴുവൻ അതേ രൂക്ഷതയോടുകൂടി നിലനിൽക്കുമ്പോഴും ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, കേരളം തകരില്ല, തളരില്ല, തകർക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരാത്മവിശ്വാസ പ്രഖ്യാപനം കൂടിയായി ബജറ്റ് മാറ്റിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. സമരം ചെയ്യും, എതിർക്കും എന്ന് മാത്രമല്ല, ആ എതിർപ്പിനോടൊപ്പം സൃഷ്ടിപരമായി ചിലത് ചെയ്യും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപക്ഷെ കേരളത്തിന് പുതിയ ചില കാര്യങ്ങൾ, പുതിയ ചില സന്ദേശങ്ങൾ, രാഷ്ട്രീയ സന്ദേശങ്ങൾ എന്ന് തന്നെ പറയട്ടെ, അത് നൽകുന്നുണ്ട്. രാജേന്ദ്രൻ, അങ്ങനെ ഒരു നിരീക്ഷണത്തിന് സാധ്യതയില്ലേ? തീർച്ചയായിട്ടും 2 കാര്യങ്ങൾ ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒന്ന്, കേരളത്തെ തകർക്കാനാവില്ല. മറ്റൊന്ന്, അദ്ദേഹം കേരള മോഡലിനെ കുറിച്ചും പറഞ്ഞിരുന്നു. നമ്മൾ ഇതിലൂടെ സസൂക്ഷ്മം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ കേരള മോഡൽ? അദ്ദേഹം പറയുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിലെ കേന്ദ്രത്തിലെല്ലാമുള്ള പൊതു സാമ്പത്തിക സ്ഥിതിയുമായുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഇതിനകത്തുള്ള ധനകമ്മി എന്ന് പറഞ്ഞാൽ 44,529 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ 3.4% GDP-യുടെ. നമ്മൾ വളരെ മികച്ച നിലയാണ്. കാരണം നമ്മൾ കേന്ദ്ര ബജറ്റ് എഴുതാറുണ്ട്. അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് 44,529 കോടി എന്ന് പറഞ്ഞാൽ കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള 57,000 കോടി രൂപ നൽകിക്കഴിഞ്ഞാൽ ഇതൊരു മിച്ച ബജറ്റാണ്. അത് നൽകിയിരുന്നെങ്കിൽ ഇതൊരു മിച്ച ബജറ്റാകുമായിരുന്നു. അപ്പോൾ ഇതിന് പകരം കേന്ദ്രം പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഈ കമ്മി നികത്താനായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചെലവുകൾ ചുരുക്കുക, ഈ ക്ഷേമപ്രവർത്തനം ചുരുക്കുക. അത് ചുരുക്കുക എന്ന് പറയുന്ന സമയത്ത് ഞാനത് പറയുന്നത് കേരള മോഡലിൻ്റെ
ഈ അടിസ്ഥാനം അതിൻ്റെ ആ ഒരു മൗലികതയിൽ നിന്നും ഒരിഞ്ച് പോലും പിറകോട്ട് പോകാൻ തയ്യാറില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിന് ഒറ്റ ഉദാഹരണം, അപ്പം തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്ര പദ്ധതിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതിനകത്ത് മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത വിധം കേരളം കൂട്ടിച്ചേർക്കൽ നടത്തിയിട്ടുണ്ട്. 2 പദ്ധതികൾ. ഒന്ന് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി, നഗരപ്രദേശങ്ങളിലെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി കേരളത്തിൻ്റെ മാത്രം പദ്ധതിയാണ്. അത് കേരളം പൂർണ്ണമായും ഫണ്ട് ചെയ്യുന്ന പദ്ധതിയാണ്. മറ്റൊന്ന് ട്രൈബൽ പ്ലസ്, അത് പട്ടികവർഗക്കാർക്ക്. അതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പരമാവധി 100 തൊഴിൽ ദിനങ്ങളാണ് ഒരു കുടുംബത്തിൽ നൽകുന്നത്. പക്ഷേ ട്രൈബൽ പ്ലസിൽ അംഗങ്ങളായി കഴിഞ്ഞുള്ള ട്രൈബൽ കുടുംബങ്ങൾക്ക് അതിലും കൂടുതൽ എത്ര കണ്ട് അത് പല സ്ഥലത്ത് 200 തൊഴിൽ ദിനങ്ങൾ വരെ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഇതുള്ളത്. അപ്പോൾ ഒരുപാട് പദ്ധതികൾ കേന്ദ്രം കൊട്ടിഘോഷിക്കുമ്പോഴും അതേ പദ്ധതികൾ തന്നെ മറ്റൊരു രീതിയിൽ കേരളത്തിൽ നടപ്പാക്കുമ്പോൾ കേരളത്തിൻ്റെതായിട്ട് പ്ലസ് ചെയ്തിട്ട് ഒരു കേരള പ്ലസ് അതിൻ്റെ ഉള്ളിലുണ്ട്. ആ കേരളത്തിൻ്റെ ആ പ്ലസ് ചെയ്യുന്നതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയിൽ നിന്ന് ഉണ്ടാകും എന്ന് പറയേണ്ടത്. തീർച്ചയായിട്ടും. മാത്രമല്ല ലൈഫിൻ്റെ കാര്യം നോക്കുക. ലൈഫിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് 2025 മാർച്ചോടുകൂടി 5 ലക്ഷം വീടുകൾ ലൈഫ് പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകും. 1000 കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. അതായത് ഈ സർക്കാരിനെ എന്താണോ നിലനിർത്തുന്നത്, സർക്കാരിനെ അടിസ്ഥാനപരമായി നിലനിർത്തുന്നത് ഈ കേരളത്തിൻ്റെ ചില പ്രത്യേകതകളാണ്. അതായത് അടിസ്ഥാന വർഗത്തെ ഒരു കാരണവശാലും കൈവിടില്ല, അവരെ പിടിച്ചുയർത്തും. ആ ഒരു സർക്കാരിൻ്റെ ഒരു അടിസ്ഥാന തത്വം ആവർത്തിച്ച് ഈ ബജറ്റും വ്യക്തമാക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും ശരി, ഞങ്ങൾ പാവങ്ങൾക്കൊപ്പമാണ്, പാവപ്പെട്ട ജനങ്ങളെ കൈ പിടിച്ചുയർത്തും. അത് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ധനമന്ത്രി വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. അസിത ഈ കൂട്ടത്തിൽ ഏറ്റവും ഇളയ ആളാണ്. മറ്റൊരു തലമുറയുടെ ആൾ എന്ന നിലയ്ക്ക് തന്നെ ഞാനൊരു അല്പം വിപുലീകരിച്ച് പറയട്ടെ. ആ മറ്റൊരു തലമുറയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ബജറ്റിൽ ഒറ്റനോട്ടത്തിൽ കാണാവുന്നത് എന്താണ്? അസിത നിരീക്ഷിക്കുന്നത് സർ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇനി ഒരു സർക്കാർ അടുത്ത തലമുറയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ആ നിലയിൽ ഈ ബജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയെ ഞാൻ കരുതുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഇന്ന് ബജറ്റ് നടത്തിയിട്ടുള്ളൊരു പ്രഖ്യാപനമാണ്. വാസ്തവത്തിൽ സ്വകാര്യവൽക്കരണം എന്ന ഒറ്റ ഒരു നിരീക്ഷണത്തിലേക്ക് അതിനെ ചുരുക്കാനുള്ളൊരു വ്യാപക ശ്രമം ഇതിനോടകം തന്നെ ആ മേഖലയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്കറിയാം, ആദ്യത്തെ EMS സർക്കാർ മുതൽ വിദ്യാഭ്യാസ രംഗം ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ആ നിലയിലുള്ള ഇടപെടലുകൾ ആദ്യഘട്ടം മുതൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ്. ഇവിടെ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ, പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് ബജറ്റ് സംസാരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തരത്തിലൊരു പ്രചാരണം നടത്തുന്നത് കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നു, പഠനത്തിനായി പുറത്തേക്ക് പോകുന്നു, അവിടെ തന്നെ അവർ തൊഴിൽ തേടി സ്ഥിരതാമസമാകുന്നു, മടങ്ങിയെത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കേരളത്തിന്റെ പൊതു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നു. പക്ഷേ അതിലെ വാസ്തവം, ഞാൻ ചില കണക്കുകൾ പറയാം. നോക്കൂ, രാജ്യത്തിന്റെ ആകെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നും 12% ഈ ആകെ പുറത്തേക്ക് പോകുന്ന കണക്കുകളിൽ 12% ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. പഞ്ചാബ് 12%, മഹാരാഷ്ട്ര 11%, ഗുജറാത്ത് 8%, തമിഴ്നാട് 7%, കർണാടക 5%. ഈ പട്ടികയിൽ ഒന്നും കേരളം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും അവസാനം 4% വിദ്യാർത്ഥികൾ മാത്രമാണ് കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ അത്തരം ഈ വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്താനുള്ള സൗകര്യങ്ങളില്ല, അവർക്ക് മുന്നിലേക്ക് വെക്കാനുള്ള കാര്യങ്ങളില്ല എന്നുള്ളതൊക്കെയാണ്. വാസ്തവത്തിൽ ഇത് കേരളത്തിന്റെ പ്രശ്നമല്ല. അങ്ങനെ ഒരു കൊഴിഞ്ഞുപോക്കുണ്ടെങ്കിൽ അത് രാജ്യത്ത് പൊതുവിലൊരു വിദ്യാഭ്യാസ നയമില്ല, വരുന്ന തലമുറയെ അഡ്രസ്സ് ചെയ്യാൻ എന്നുള്ളതാണ് ഈ പ്രശ്നം. അപ്പോൾ നിർഭാഗ്യവശാൽ ഇത് കേന്ദ്ര സർക്കാർ മുന്നിലേക്ക് വെക്കേണ്ട ഒരു പ്രൊജക്റ്റാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിന് അമ്പലങ്ങൾ പണിയാനും പ്രതിമകൾ ഉണ്ടാക്കാനും ഒക്കെയാണ് പ്രാധാന്യം അവർ നൽകുന്നത്. അപ്പോൾ അവിടെയാണ് ഒരു സ്റ്റേറ്റ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. എന്ന് മാത്രമല്ല, ഇത്തരം പ്രഖ്യാപനങ്ങൾ മാത്രമല്ല നടത്തുന്നത്. നോക്കൂ, ഇന്നിപ്പോൾ ഈ ബജറ്റിലേക്ക് ഞാൻ സാർ ചോദിച്ചതുപോലെ എന്നെ ഏറ്റവും ആകർഷിച്ച മേഖല ഇതായതുകൊണ്ട് കൂടിയാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായി 1736.63 കോടി രൂപയാണ് ഈ ബജറ്റ് നീക്കിവെക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ 456.71 കോടി. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമുക്കറിയാമല്ലോ, ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതികളിലൊന്ന്. 23.51 കോടി. ഇനി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ PG പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ PhDക്ക് അവസരം ഒരുക്കും എന്നതുകൂടി സർക്കാർ ഇതിനോട് ചേർത്ത് പറയുകയാണ്. സർ, വാസ്തവത്തിൽ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കാൻ സ്റ്റേറ്റിന്റെ അനുമതി വേണ്ട എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ഒരുപാട് സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മുൻപ് ഈ പ്രൈവറ്റ് കോളേജുകൾ ഉണ്ടായിരുന്നു.
നമ്മുടെ യൂണിവേഴ്സിറ്റികളുമായി അഫിലിയേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് കോളേജുകൾ, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുന്നതോടുകൂടി ആ സംവിധാനം ഇല്ലാതാകുകയാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നു പഠനത്തിന്. അവിടെയാണ് ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് സ്റ്റേറ്റിന്റെ അനുമതി ഇല്ലാതെ ആരംഭിക്കാമെന്നൊരു സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ അവരുടെ ഇഷ്ടപ്രകാരം ചില മാനദണ്ഡങ്ങൾ വെച്ച് ആരംഭിക്കുക എന്നിടത്താണ് സ്റ്റേറ്റിന്റെ മുൻകരുതലിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലോടുകൂടി സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിനെ ഈ ബജറ്റ് സ്വാഗതം ചെയ്തത്. അപ്പോഴും ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതി മാത്രമാണ്. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബായി കേരളത്തെ മാറ്റുക എന്ന് പറയുമ്പോൾ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ ബജറ്റ് മുന്നിലേക്ക് വെക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയായി ഞാൻ അതിനെയാണ് കാണുന്നത്. സ്വകാര്യ സർവകലാശാലകൾ മാത്രമല്ല, വിദേശ സർവകലാശാലകളുടെ കാര്യവും ധനമന്ത്രി ബജറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെ സാർ, അതിൽ ഈ ബജറ്റിന്റെ പേജ് 35 മുതലുള്ള പേജുകളിലാണ് ഈ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പറയുന്നത്. അതിൽ ശരിക്കും 41ാമത്തെ പേജിൽ 73ാമത്തെ പോയിന്റായിട്ട് ഇതെങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നോക്കൂ, പ്രവാസികളായ അക്കാദമിക് വിദഗ്ധരെ സംയോജിപ്പിക്കുകയും അവരുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. അക്കാദമിക് വിദഗ്ധരുടെ ഒരു ടാസ്ക് ഫോഴ്സ് ഇതിനായി രൂപീകരിക്കും. യൂറോപ്പ്, USA, ഗൾഫ് നാടുകൾ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ 2024 മെയ് മുതൽ ജൂൺ മാസങ്ങളിൽ, അതായത് ഈ വർഷം തന്നെയാണ്, 4 പ്രാദേശിക കോൺക്ലേവുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഇതിന്റെ തുടർച്ചയായിട്ട് 2024 ഓഗസ്റ്റ് മാസത്തിൽ ഹയർ എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോർമേഷൻ ഇനിഷ്യേറ്റീവ് ഗ്ലോബൽ കോൺക്ലേവ് സംസ്ഥാനത്ത് നടത്തും. അപ്പോൾ ഇതൊരു വെറൊരു പ്രഖ്യാപനമല്ല, സ്റ്റേറ്റിന് ഇതിലൊരു തുടർ പദ്ധതി എന്ന് മാത്രമല്ല, ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതി വിദ്യാഭ്യാസ രംഗത്തെ മികച്ച ആളുകളെ, വിദഗ്ധരെ ഒക്കെ ഉൾപ്പെടുത്തി. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ധനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുന്നിലേക്ക് വന്ന ആശയങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള വിദഗ്ധർ തന്നെ ഇങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കുട്ടികൾ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന കുട്ടികളെ സ്റ്റഡി ഇൻ കേരള എന്നൊരു ആശയത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. മാത്രമല്ല ഇത്തരം നയങ്ങൾ നടപ്പാക്കുന്നത് ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ പോകുന്നതെന്ന് അറിയാം. അത് വിദ്യാഭ്യാസവും കമ്പോളവുമായി കൈകോർക്കുന്ന രീതിയിലായിരിക്കും ഇത് നടപ്പാക്കുക. ആ ഇന്ത്യയുടെ ദേശീയ നടപ്പാക്കൽ രീതിക്കുള്ള ഒരു തിരുത്തലായി കേരളത്തിൽ ഇത് മാറും. മാത്രമല്ല എന്ന് വളരെ വ്യക്തമാണ്. ഇതിനകത്ത് ഇപ്പൊ തന്നെ ഈ മറ്റു മാധ്യമങ്ങളെല്ലാം ഏറ്റവും വിവാദമാക്കുന്ന ഒരു വിഷയമാണ് സ്വകാര്യവൽക്കരണം. അതിന് ഈ ധനമന്ത്രി പണ്ട് SFI നേതാവായിരിക്കുമ്പോൾ ഇതിനെതിരെ സമരം ചെയ്തു. എന്തുകൊണ്ട് ഇപ്പോൾ നടപ്പിലാക്കുന്നതാണ് അതിനകത്തുള്ള അത് തികച്ചും വ്യത്യസ്തമാണ്. കാരണം UDF സർക്കാർ സ്വകാര്യ സർവകലാശാലകൾ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഈ സർക്കാർ സർവകലാശാലകൾ അവസാനിപ്പിക്കുക, സർവകലാശാലകളുടെ ആ ഒരു രൂപീകരണം, നിയന്ത്രണം, അതിൽ നിന്നും സർക്കാർ പിന്മാറുക, പകരം അതെല്ലാം സ്വകാര്യ മേഖല ഏൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ പണമുള്ളവർക്ക് മാത്രം പഠിക്കുക എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്രയോ പുതിയ സർവകലാശാലകൾ ഈ സർക്കാർ ആരംഭിച്ചു. ഇപ്പൊ ഡിജിറ്റൽ സർവകലാശാല, അതെ, നമ്മുടെ തന്നെ മാതൃകയായിട്ട് മുന്നോട്ട് ശ്രീനാരായണ സർവകലാശാല. സംഭവം വെച്ചാൽ ഇപ്പം രാജേന്ദ്ര സാർ പറഞ്ഞതുപോലെ മുൻപ് ഇപ്പോഴും CPM-കാരൊക്കെ കമ്പ്യൂട്ടറിന് വിരുദ്ധരാണ് എന്നൊരു പ്രചാരണം ഉണ്ടല്ലോ. വാസ്തവത്തിൽ അങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ അന്ന് മുന്നിലേക്ക് വെച്ച ആശങ്ക എന്താണ്? കമ്പ്യൂട്ടർ വൽക്കരണം വരുമ്പോൾ എന്തുകൊണ്ട് അതിനെ നമ്മൾ എതിർക്കണം, അല്ലെങ്കിൽ അതിന്റെ ഒരു മറുഭാഗം എന്ത് എന്നുള്ളത് മാത്രമാണ് മുന്നിലേക്ക് വെച്ചത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംവിധാനം വരുന്നു. ബോളിവുഡിൽ നിന്നും അടക്കം അതിന്റെ ആശങ്കകൾ രേഖപ്പെടുത്തുകയാണ്. സമാനമായ രീതിയിൽ ഒരു പുതിയ പദ്ധതി വരുന്ന കാലത്ത് നമ്മൾ എല്ലാവരും അതിന്റെ ആശങ്കകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിലും സമാനമായ കാര്യമാണ് അന്ന് ഉണ്ടാകുന്നത്. പക്ഷേ അതിനെ ആകെ ഒരു നയം മാറ്റം എന്നുള്ള മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകോത്തര നിലവാരത്തിൽ ലോകത്തിനൊപ്പം കേരളം സഞ്ചരിക്കുക, അതിനൊരു സർക്കാർ കൈത്താങ്ങാകുക എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു നയം മാറ്റം അല്ല, സ്റ്റേറ്റിലേക്ക് ഇത്തരം കാര്യങ്ങളെ തിരിച്ചെത്തിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യമാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് വേണം. മാത്രമല്ല, ഒരു നയം എതിർക്കപ്പെടുമ്പോൾ ആ എതിർപ്പ് കൂടി ഉൾക്കൊണ്ടാണ് ആ നയം പിന്നീട് മുന്നോട്ട് പോവുക. ആ നയത്തിന്റെ ശരിയായ പ്രയോഗത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുൻപാകെ ഇതിന്റെ റിപ്പോർട്ട് മുൻപ് തന്നെ വന്നിട്ടുള്ളതാണ്. ചില പ്രാഥമിക ചർച്ചകൾ ആ വിഷയത്തിൽ നടന്നിട്ടുമുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെയും അടിസ്ഥാനത്തിലാണ് ഈ ലക്ഷ്യം സർക്കാർ മുന്നിലേക്ക് വെക്കുന്നത് എന്നുള്ളതാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കേരളം എന്തായിരുന്നു, കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൽ കേരള വികസന മോഡൽ അത് നിലനിർത്താൻ കഴിയില്ല എന്നൊരാശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത് നിലനിർത്താൻ കഴിയും എന്നതിലേക്ക് നമ്മളെത്തി. അത് വളർത്താൻ കഴിയും, അത് മെച്ചപ്പെടുത്താൻ കഴിയും, അത് നവകേരളത്തിലേക്ക് എത്തിക്കും, അത് ലോകോത്തര നിലവാരം ആർജിക്കും എന്നൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രകടനം, നമ്മുടെ വളർച്ച, ഇന്ത്യയാകെ മുരടിപ്പ് നേരിടുമ്പോഴും നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഈ ഞെരുക്കൽ കാലത്തും നമ്മളുണ്ടാക്കിയിരിക്കുന്ന വളർച്ച അത് ഉറപ്പുവരുത്തുന്നുണ്ട് എന്നാണ്. ഈ സൂര്യോദയ സമ്പദ്ഘടന ആയി നമ്മൾ മാറിയിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനത്തിൻ്റെ അർത്ഥം അതാണ്. അങ്ങനെ കേരളത്തിൻ്റെ മാറ്റം രേഖപ്പെടുത്തുകയും ആ മാറ്റത്തിൽ കാലൂന്നി നിന്നുകൊണ്ട് പുതിയ സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്ന ഒരു കേരള നേതൃത്വം,
ആ നേതൃത്വത്തിൻ്റെ ശബ്ദം ഈ ബജറ്റിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് 1000 കോടി രൂപയാണ് ഇന്നത്തെ ബജറ്റിൽ ധനമന്ത്രി വകയിരുത്തിയിരിക്കുന്നത്. നവകേരള സദസ് കൊണ്ട് എന്ത് നടന്നു എന്നൊരു ചോദ്യത്തിന് കൂടി അത് അതിനുള്ള മറുപടി കൂടിയാണത്. മാത്രമല്ല അത് കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ, നമുക്കറിയാം പ്രതിപക്ഷ MLA-മാരുള്ള മണ്ഡലങ്ങളിൽ അവർ നവകേരള സദസ്സുമായി സഹകരിച്ചിരുന്നില്ല. പക്ഷേ അവിടെയും ബദൽ നിർദ്ദേശങ്ങൾ തേടാനായിട്ട് സർക്കാർ ശ്രമിച്ചിരുന്നു. ആ പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോജക്റ്റാണ് ഈ 1000 കോടി രൂപയ്ക്ക് വിഭാവനം മാത്രമല്ല, ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ മഹത്തായ ഒരു പ്രയോഗമായിട്ട് അത് മാറുകയാണ്. ജനങ്ങളിൽ നിന്ന് തന്നെ അഭിപ്രായം സമാഹരിച്ച് ആ അഭിപ്രായത്തിന് 1000 കോടി അല്ലേ വിലയുണ്ട് എന്ന് ആ സർക്കാർ തന്നെ അംഗീകരിക്കുകയാണ്. ആ നിലയിലേക്ക് അത് എത്തുകയാണ്. പണ്ടൊക്കെ രാജഭരണകാലത്ത് പോലും ജനഹിതം, അത് അന്ന് പ്രജാഹിതം എന്നാണ് പറയുക, അത് പ്രധാനമാണ് എന്ന് ഉണ്ട്. നമ്മുടെ മിത്തുകളിലൊക്കെയുള്ള രാജാക്കന്മാർ കാടാറ് മാസം നാടാറ് മാസം എന്ന മട്ടിൽ ജീവിച്ച് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം എടുത്തിരുന്നു എന്നൊക്കെയുണ്ട്. പുതിയ കാലത്ത് ജനാധിപത്യം എങ്ങനെയാണ് ജനഹിതം വേണ്ട രീതിയിൽ സമാഹരിക്കേണ്ടത്, എങ്ങനെയാണ് ജനത്തിന് അഭിമാനത്തോടുകൂടി അവകാശബോധത്തോടുകൂടി അവരുടെ ആവശ്യങ്ങൾ ഭരണകൂടത്തിന് മുമ്പിൽ വയ്ക്കാവുന്നത്, എങ്ങനെയാണ് ഭരണാധികാരികൾ അത് വിനയത്തോടെ സ്വീകരിക്കേണ്ടത് എന്നതിനൊരു പുതിയ മാർഗം ഇതിലൂടെ ഉരുത്തിരിക്കുകയാണ്. അതിനകത്ത് 2 കാര്യങ്ങൾ ഇത് പറയുക മാത്രമല്ല, ഈ വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും എങ്ങനെ ഇതെല്ലാം സാക്ഷാത്കരിക്കും, അതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിന് 2 പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നു. ഒന്ന് ആശുപത്രികളുടെ നവീകരണം, മറ്റൊന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഈ 2 മേഖലകളിലും ഈ ജനങ്ങൾക്ക് അവരുടേതായ സഹായങ്ങൾ നൽകി ഈ 2 മേഖലയുടെയും വികസനം ത്വരിതപ്പെടുത്താം. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുക്കുക. ഇതിനകം തന്നെ ഇപ്പോൾ നാട്ടിൻപുറത്തെ സർക്കാർ സ്കൂളുകളിലൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും തന്നെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അവർ ഒത്തുകൂടി ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇപ്പോൾ ഓരോ ബാച്ചിനും ഗ്രൂപ്പുകളുണ്ട്. അവർ എല്ലാ വർഷവും തന്നെ ഒത്തുകൂടി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ആ വിദ്യാലയത്തിനായി എന്തെങ്കിലും ഇവരുടെ വക ഏതെങ്കിലും ഒരു ക്ലാസ് റൂം, അടിസ്ഥാന സൗകര്യ വികസനം ഇത് നടക്കുന്നുണ്ട്. ഇതേപോലെ ആശുപത്രികളുടെ കാര്യത്തിൽ നമ്മുടെ ഈ സർക്കാർ ആശുപത്രികളെല്ലാം സഹായിക്കാൻ സന്നദ്ധരായ എത്രയോ പേരുണ്ട്. അല്ല, അതൊരു പുതിയ വിഭവ സമാഹരണ തുറയാണ് ഇപ്പോൾ കേരളം കണ്ടുപിടിച്ചിരിക്കുന്നത്. ബജറ്റിന് പുറത്ത് വിഭവം സമാഹരിക്കാൻ കിഫ്ബി മാതൃകയൊന്നും വെച്ച് സമ്മതിക്കാത്ത ഇഡിക്ക് കേരളം കൊടുക്കുന്ന മറുപടിയാണ് ഇത്തരത്തിൽ സമാഹരിക്കുന്നത്. അതും പാടില്ല എന്ന് നിങ്ങൾ സംഭാവനകൾ സ്വീകരിക്കരുത്, നിങ്ങളുടെ സ്കൂളുകൾ നന്നാക്കാൻ നിങ്ങളുടെ പൗരന്മാർ കൈ കോർക്കരുത് എന്ന് കേന്ദ്രത്തിൽ നിന്ന് ബാദുഷമാർ വിധിക്കുന്ന കാലം വരെ. ഇതിനകത്ത് ഒരു സർക്കാർ ആശുപത്രി, ഒരു നാട്ടിൻ പുറത്തെ ഒരു സർക്കാർ ആശുപത്രി നവീകരിക്കാനായി സർക്കാർ പൊതുജനങ്ങളുടെ സഹായം ആരാഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, പ്രത്യേകിച്ച് പുറത്തു നിന്ന് ഈ പ്രവാസികളും അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആയിട്ടുള്ള എത്രയോ പേര് സഹായിക്കാൻ തയ്യാറാവുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അതിന് ഏത് രീതിയിൽ അതിനൊരു സംഘടിതമായ രൂപം കൈവരുന്നു. അതാണ് ഈ ബജറ്റ്. മാത്രമല്ല രാജേന്ദ്രൻ, ഇതൊന്നുമില്ലെങ്കിൽ പോലും കേന്ദ്രത്തിൽ നിന്ന് ന്യായം കിട്ടാൻ, കേന്ദ്രത്തിൽ നിന്ന് ഇക്കാര്യത്തിലൊക്കെ നീതി കിട്ടാൻ വേണ്ടി കാത്തിരിക്കില്ല. അല്ലാതെ തന്നെ കേരളം അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് ഈ ബജറ്റിൽ വാക്കാൽ തന്നെ ധനമന്ത്രി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. അതിന്റെ പ്രയോഗമാണ് ഇതൊക്കെ. ചില ഫിഗറുകളുണ്ട്. നേരത്തെ രാജേന്ദ്ര സാർ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം പറഞ്ഞു. ഈ ബജറ്റിൽ തൊഴിലുറപ്പിന് വേണ്ടി 230.10 കോടി രൂപ സർക്കാർ നീക്കി വെച്ചിരിക്കുന്നു, കേരള സർക്കാർ. നമ്മൾ കേന്ദ്ര ബജറ്റ് പരിശോധിക്കുമ്പോൾ പക്ഷേ തൊഴിലുറപ്പ് പദ്ധതി, നാരി ശക്തി എന്നുള്ളത് ഏറ്റവും കൂടുതൽ കേട്ടൊരു ബജറ്റായിരുന്നു കേന്ദ്ര ബജറ്റ്. സ്ത്രീകൾക്ക് വേണ്ടി പദ്ധതികൾ ഉണ്ടാകുമെന്ന് ബജറ്റിന് മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു, പക്ഷെ അതൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ തൊഴിലുറപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കിയിരിപ്പ് ഉണ്ടാകുമെന്ന് കരുതി കാര്യമായ ഒന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി ഒരു വർഷം അതിലെ എല്ലാ അംഗങ്ങൾക്കും 100 തൊഴിൽ ദിനങ്ങൾ നൽകണമെങ്കിൽ മിനിമം ഒരു 2 ലക്ഷത്തി, അതായത് ഒരു 2 ലക്ഷം കോടി രൂപയെങ്കിലും അതിനായിട്ട് നീക്കി വെക്കേണ്ടി വരും. പക്ഷെ ബജറ്റിനകത്ത് ആകെ 80,000 കോടി രൂപ അടുത്തേ ഉള്ളൂ. കേന്ദ്ര ബജറ്റിനകത്ത് അവിടെയാണ് എത്ര ദിവസം ഉണ്ടാവും നമുക്ക് ഊഹിക്കാം. എന്ന് മാത്രമല്ല, അതിന് മുൻപത്തെ ബജറ്റിൽ തൊഴിലുറപ്പിൽ വെട്ടിക്കുറയ്ക്കൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഏതെങ്കിലും തരത്തിൽ അത് കൂടിയിട്ടുണ്ടെങ്കിൽ അതൊരു ബാലൻസ് ആവുന്നതേ ഉള്ളൂ. ഇത്തവണ പുതുതായി ഒന്നും കേന്ദ്ര ബജറ്റ് തൊഴിലുറപ്പിൽ ഇല്ല എന്നുള്ളത് കൂടിയുണ്ട്. അവിടെയാണ് സ്റ്റേറ്റിൽ 230.10 കോടി. പിന്നെ കുടുംബശ്രീ 265 കോടി കുടുംബശ്രീക്കായിട്ട് മാറ്റിവെക്കുകയാണ്. കശുവണ്ടി വ്യവസായം, കൈത്തറി മേഖല, അങ്ങനെ നമ്മൾ ആകത്തുകയിൽ പരിശോധിക്കുമ്പോൾ എല്ലാ മേഖലകളിലും ഈ സർവ്വതല സ്പർശിയായ വികസനം എന്നുള്ളത് യാഥാർത്ഥ്യത്തിൽ വരുന്നൊരു ബജറ്റ്. എല്ലാ മേഖലകളെയും ഈ ബജറ്റ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധനഞ്ഞെരുക്കം എന്ന് പറയുമ്പോഴൊക്കെ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ മൂലം ഉണ്ടാകുന്ന ധനഞ്ഞെരുക്കം ഉള്ളപ്പോഴും
തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് കൂടി ഈ ബജറ്റിനകത്തുണ്ട്. ഇത് 2020-21 47,661 കോടിയായിരുന്നു കേരളത്തിൻ്റെ തനത് വരുമാനം. ഇപ്പോഴത് 78,000 കോടിയായി വർദ്ധിക്കും. അതായത് നടപ്പ് വർഷം. അതാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. അത് ഏതാണ്ട് ഒരു 30,000 കോടി രൂപയോളം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അധിക വിഭവ സമാഹരണം സർക്കാർ ലക്ഷ്യമിട്ടു, അത് നടപ്പാകുന്നുണ്ട് എന്നുള്ളതാണ്. അത് വലിയ ഒരു മുന്നേറ്റം കുറിക്കലാണ് കേരളത്തിൻ്റെ. എന്താ രാജേന്ദ്രൻ പറയുന്നത്? അതോടൊപ്പം തന്നെ റബ്ബറിൻ്റെ കാര്യം, ഈ റബ്ബറിൻ്റെ അവസ്ഥ എന്തെന്നാൽ റബ്ബർ ബോർഡിനെ ഈ കോട്ടയത്തു നിന്നും മാറ്റാനുള്ള നീക്കങ്ങൾ വരെ വളരെ സജീവമായി നടക്കുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ റബ്ബറിൻ്റെ ഒരു ഹബ്ബായി മാറ്റാൻ ശ്രമിക്കുന്നത് ത്രിപുരയാണ്. ത്രിപുര, അസം, മിസോറാം, നോർത്ത് ഈസ്റ്റ് മേഖല, ഈ 3 സംസ്ഥാനങ്ങൾ, പിന്നെ കർണാടക കൂടിയുണ്ട്. അപ്പോൾ ഈ കേരളം ഒഴികെയുള്ള ഈ 4 സംസ്ഥാനങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഇതേവരെ ഉള്ള ഏറ്റവും ഉയർന്ന താങ്ങുവില എന്ന് പറയുന്നത് 145 രൂപയാണ്. 145 രൂപയെ കൂടുതൽ ഈ സംസ്ഥാനങ്ങൾ ഒരിക്കലും കൊടുത്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബറിന് വേണ്ടി ഏറ്റവും കൂടുതൽ തുക BJP പ്രത്യേകം താല്പര്യമെടുത്ത് ത്രിപുരയെ ഒരു റബ്ബർ കൃഷി, റബ്ബർ വ്യവസായം അതിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത്. പക്ഷേ അതൊന്നും കർഷകർക്ക് എത്തുന്നില്ല. അവിടെയാണ് കേരളത്തിൽ 150 രൂപ കൊടുക്കുന്നത്, 10 രൂപ അധികം കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് പോലും സർക്കാർ ഈ രീതിയിലൊരു തീരുമാനം കൈക്കൊണ്ടത് തീർച്ചയായിട്ടും അത് റബ്ബർ മേഖലയിൽ പ്രത്യേകിച്ച് റബ്ബർ കർഷകർക്ക് വലിയ ആശ്വാസമാണ്. ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാനിരുന്നാൽ അത് ഇത്തരത്തിലൊരു 22 മിനിറ്റ് ചർച്ചയിൽ ഒതുക്കാവുന്നതല്ല. വളരെ പെട്ടെന്ന് ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ചില സന്ദേശങ്ങൾ വായിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞങ്ങൾ. അത് ബജറ്റിനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന കേരളീയർക്ക് ഈ വാർത്തകളുടെയും ദുർവാർത്തകളുടെയും വേതാള കേളിക്കിടയിൽ എന്താണ് ബജറ്റ് എന്ന് മനസ്സിലാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന മലയാളികൾക്ക് വഴികാട്ടും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഞങ്ങൾ ഇതേ സമയം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും. നമസ്കാരം.